2 കൊരിന്ത്യർ ലേഖനം 11 പൗലോസ് അപ്പോസ്തലൻ ഭയങ്കരമായി ഭയപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുമോ എന്ന്. വീണ്ടും 13-ാം അധ്യായത്തിലും ഭയപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോഴും നമ്മളുടെ ആത്മീയ വർധന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഞാനിത് പറിച്ചെടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതവും നട്ടത് വളർത്തി അത് പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം അതിലില്ല. കണ്ടോ എത്ര സന്തോഷം! എനിക്കിത് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല. ഞാനിത് അനുഭവിക്കുകയാണ്. ഇതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർത്ത് വേദനിക്കുന്നത് പോലെ കർത്താവിനെ പോലും സംശയിക്കുകയാണ് ജനം. ഇപ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 11, 12, 13 അധ്യായം വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവിനെയും സംശയിക്കുകയാണ്, അവർ രക്ഷയെ സംശയിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ ശുശ്രൂഷയെ വളർത്തി നമ്മൾ ജയാളികളായി ഏത് കഷ്ടത്തിലൂടെ പോയാലും സഹിഷ്ണുതയിലും നമ്മൾ പിടിച്ചു നിൽക്കാമെങ്കിൽ ദൈവസഭയ്ക്ക് എത്ര മുതൽക്കൂട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും. നെവർ ഗിവ് അപ്പ്.